ഇന്ത്യ സംസ്ഥാനങ്ങൾ. ഇവിടെ ഒരു ഹിന്ദുവോ മുസൽമാനോ ഇല്ല, മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ മഹാൻ ഗുരു നാനാക്ക്. പഞ്ചാബിലെ അമൃതസർ സുവർണക്ഷേത്രത്തിൽ നിന്ന് സിഖ് ഭീകരരെ തുരത്തിയ നടപടി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ആരാണ്? ഭഗത് സിംഗ്. 2008 ഡാഷ് ഒളിമ്പിക്സ് ഗെയിംസിൽ അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബീജിംഗ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഭഗവത്ഗീത ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടത്? സംസ്കൃതം. അരുണാചൽ പ്രദേശ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? നെഫ. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പഞ്ചാബ്. ഇന്ത്യ ഇന്ത്യക്കാർ എന്ന് ആഹ്വാനം മുഴക്കിയത് ആരാണ്? ദയാനന്ദ സരസ്വതി. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ. അമൃത പ്രീതം എന്ന സാഹിത്യകാരിയുടെ സ്വദേശം പഞ്ചാബ്. ഏതാണ് പഞ്ചമവേദം എന്നറിയപ്പെടുന്നത്? മഹാഭാരതം. ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ ഇന്ത്യൻ അഭിനവ് ബിന്ദ്ര. ഹൈന്ദവ സംസ്കാരത്തോളം തന്നെ പഴക്കമുള്ള ഒരു ചികിത്സാ സമ്പ്രദായം ഏതാണ്? ആയുർവേദം. ബുംല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ധ്യാനപുര എന്നറിയപ്പെടുന്നത് എവിടെയാണ്? പഞ്ചാബ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ്? ചണ്ഡീഗഡ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? പഞ്ചാബ്. സപ്ത സഹോദരിമാരിൽ വിസ്തീർണം കുറഞ്ഞ സംസ്ഥാനം ഏത്? ത്രിപുര. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. ആദികാവ്യം എന്നറിയപ്പെടുന്നത് ഏത്? രാമായണം. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്? പഞ്ചാബ്. ഇൻക്വിലാബ് എന്ന വാക്ക് ഏത് ഭാഷയിലെ പദമാണ്? അറബി. ബൈസൈക്കിൾ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം 1890. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം 1919. ജനറൽ ഡയറിനെ വധിച്ച ഇന്ത്യൻ ദേശാഭിമാനി ഉധം സിംഗ്. സിഖുകാരുടെ വിശുദ്ധ നഗരം ആയ അമൃതസർ സ്ഥാപിച്ചത് ആരാണ്? ഗുരു രാംദാസ്. ധീര വിപ്ലവകാരി ഷഹീദ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എന്നാണ്? 1931 മാർച്ച് 23. ആയുർവേദ ചികിത്സാ സിദ്ധാന്തങ്ങൾ അടങ്ങിയിട്ടുള്ള വേദം അഥർവവേദം. ഭട്ട് നഗർ അവാർഡ് ഏത് മേഖലയുടെ ശ്രേഷ്ഠതയ്ക്ക് നൽകുന്നു? ശാസ്ത്രം. ഇന്ത്യൻ പ്രസിഡന്റ് ആവുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം എത്ര? 35. ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം മിൽഖ സിംഗ്. ഋഗ്വേദ സംസ്കാര കാലത്തെ ഒരു പ്രധാന നദിയായിരുന്നു സരസ്വതി. ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഏത്? ഋഗ്വേദം. സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. പ്രസിദ്ധമായ ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാവ് സർദാർ പട്ടേൽ. നിരായുധരായ ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ച് കൊന്ന ജാലിയൻവാല ബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. സിഖുകാരുടെ 10ാമത്തെ ഗുരു ആരാണ്? ഗുരു ഗോവിന്ദ് സിംഗ്. ഗർഭ നൃത്തം ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ഗുജറാത്ത്.
ജാലിയൻവാല ബാഗിൽ വെടിവെക്കാൻ ഉത്തരവിട്ട ജനറൽ ആരാണ്? ജനറൽ ഡയർ. യുദ്ധം മനുഷ്യ മനസ്സിൽ നിന്നും തുടങ്ങുന്നു. പ്രശസ്തമായ ഈ ചൊല്ല് ഏത് വേദത്തിൽ അടങ്ങിയിരിക്കുന്നു? അഥർവവേദം. ഖാലിസ്ഥാൻ തീവ്രവാദികളെ സുവർണ ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കുവാൻ 1984 ഇന്ത്യൻ പട്ടാളം നടത്തിയ നീക്കത്തിന്റെ പേര് എന്താണ്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1984 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവ് ആരായിരുന്നു? ഭിന്ദ്രൻവാല. ആര്യന്മാരുടെ ആദ്യകാല സംസ്കാരത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നത് എവിടെ നിന്ന്? വേദങ്ങളിൽ നിന്ന്. ടാഗോർ പ്രഭുസ്ഥാനം ഉപേക്ഷിച്ചതിന് കാരണം എന്താണ്? ജാലിയൻവാല കൂട്ടക്കൊല. പിന്നോക്ക സമുദായക്കാർക്ക് കേന്ദ്ര സർക്കാർ സർവീസിൽ സംവരണം ഏർപ്പെടുത്തിയത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? മണ്ഡൽ കമ്മീഷൻ. ജാട്ടുകളുടെ പ്ലേറ്റോ എന്ന പേരിൽ അറിയപ്പെട്ടത് ഡാഷ് ആണ്? സൂരജ് മൽ. 1920 ചേർന്ന AITUCയുടെ ഒന്നാം സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരായിരുന്നു? ലാലാ ലജ്പത് റായ്. ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? 1919 ഏപ്രിൽ 13. വേദങ്ങൾ ആരുടെ സൃഷ്ടികളാണ്? ആര്യന്മാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക രാധാദേവി ആരുടെ ഭാര്യയായിരുന്നു? ലാലാ ലജ്പത് റായ്. ശുദ്ധി പ്രസ്ഥാന സ്ഥാപകൻ ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. പഞ്ചാബ് സിംഹം എന്ന് അറിയപ്പെട്ടിരുന്നത് ആര്? ലാലാ ലജ്പത് റായ്. CSIRന്റെ സ്ഥാപകൻ ആരാണ്? ശാന്തി സ്വരൂപ് ഭട്നഗർ. ഇന്ത്യൻ പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് എത്ര പേരെ നിർദ്ദേശിക്കാം? 12. സൈമൺ കമ്മീഷൻ വിരുദ്ധ ലാത്തിച്ചാർജിൽ അന്തരിച്ച നേതാവ്? ലാലാ ലജ്പത് റായ്. ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ഏതു വർഷം? 1919. ലോക്സഭയുടെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി എത്ര? 6 മാസം. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്ന കാലത്തെ വൈസ്രോയി? ലോർഡ് ചെംസ്ഫോർഡ്. വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്ത പ്രസ്ഥാനം? ആര്യസമാജം. ഹരിത വിപ്ലവത്തിലൂടെ ഉൽപാദന വിളവ് നേടിയ വിള ഏത്? ഗോതമ്പ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നത് എന്താണ്? സുവർണ ക്ഷേത്രം മോചിപ്പിക്കാൻ നടത്തിയ ശ്രമം. ഗായത്രി മന്ത്രം ഏതിൽ ഉൾപ്പെടുന്നു? ഋഗ്വേദം. ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ടത് ഏത് ഭാഷയിലാണ്? സംസ്കൃതം. ഏത് കൃതിയുടെ ഭാഗമാണ് ഭഗവത്ഗീത? മഹാഭാരതം. നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായ വർഷം? 1963. ഗോവ സംസ്ഥാനം നിലവിൽ വന്ന വർഷം? 1987. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആദ്യമായി നടന്ന വർഷം? 1961. നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 265. 1977 മാർച്ച് 21 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആരാണ്? BD ജെട്ടി. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോൾ? അടിയന്തരാവസ്ഥ കാലത്ത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശം എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഒരു പൗരന്റെ നിയമപരമായ കടമകളിൽ പെടാത്തത് ഏത്? പരിസ്ഥിതി സംരക്ഷിക്കുക, സത്യസന്ധമായ വോട്ടവകാശം നിർവഹിക്കുക, നികുതികൾ കൃത്യമായി കൊടുക്കുക, നിയമങ്ങൾ അനുസരിക്കുക. ഉത്തരം സത്യസന്ധമായ വോട്ടവകാശം നിർവഹിക്കുക. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭാഗം 4A.
നിർദ്ദേശക തത്വങ്ങൾ ഏതു ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഐറിഷ്. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം? ഇംഗ്ലണ്ട്. മൗലിക കടമ അല്ലാത്തത് ഏത്? ദേശീയഗാനത്തെ ആദരിക്കുക, ദേശീയ പതാകയെ ബഹുമാനിക്കുക, പൊതുസ്വത്ത് നശിപ്പിക്കാതിരിക്കുക, രാഷ്ട്രീയ പാർട്ടിയെ ആദരിക്കുക. ഉത്തരം രാഷ്ട്രീയ പാർട്ടിയെ ആദരിക്കുക. രാജ്യസഭാ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനാ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? റഷ്യ. മാവോ ഹിൽ സ്റ്റേഷൻ എവിടെയാണ്? മണിപ്പൂർ. ലോക് തക് തടാകം എവിടെയാണ്? മണിപ്പൂർ. The famous Gayatri Mantram is in Rigveda. Who among the following wrote the book Train to Pakistan? Khushwant Singh. Most irrigated states in India? Bihar. The biggest epic in the world? Mahabharata. The first woman president of INC? Annie Besant. The first Indian postage was released in 1854. Dash was Governor General in India during the revolt of 1857. Lord Canning. Where is Bakra Dam situated? Punjab. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ MP? ലാൽ ദുഹോമ. ഭൗതിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് പ്രതിപാദിക്കുന്നത്? പാർട്ട് 3. 2010 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി? ഡൽഹി. സ്പോർട്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ് Patiala. Dash organized the Public Work Department in India in 1854 to 55. Lord Dalhousie. The famous 1835 minutes on education was associated. Lord Macaulay. ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ ഗ്രാമം? തോംബ്ലെ. സതി വാസ് abolished in India by Lord William Benedict. Minto-Morley reforms were introduced in India in the year 1909. The Governor General of India who initiated the introduction of English to India was Lord Benedict. The Punjab takes its names from tributaries of the rivers Indus. The first Indian cosmonaut? Rakesh Sharma. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ വർഷം? 1951. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം? രാജസ്ഥാൻ. 1998 മെയ് 11 ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് എവിടെ? പൊഖ്റാൻ. രാജസ്ഥാനിലെ പുഷ്കർ മേളയുടെ പ്രത്യേകത എന്താണ്? ഒട്ടക വിൽപ്പന. ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയത് എന്ന്? 1974. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാന ഹിന്ദു രാജാവ്? പൃഥ്വിരാജ് ചൗഹാൻ.
പഞ്ചായത്തി രാജ് നിയമം കൊണ്ടുവന്നത് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ്? 73-ാം ഭേദഗതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം മധ്യപ്രദേശ്. ജയ്പൂർ കാലുകൾ കണ്ടുപിടിച്ചത് ആര്? ഡോക്ടർ PK സെഥി. JC ബോസ് ഇവിടെ വായിച്ചല്ലോ, നോക്കാം. ഒരു ലോക്സഭാംഗത്തിന്റെ കാലാവധി എത്ര? 5 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആര്? നന്ദലാൽ ബോസ്. താർ എക്സ്പ്രസ് തീവണ്ടി ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിലൂടെയാണ് ഓടുന്നത്? മുനമ്പാവോ, ഗോഖ്രാഫാർ എന്നീ സ്ഥലങ്ങളിലൂടെ. തറൈൻ യുദ്ധങ്ങളിൽ പൃഥ്വിരാജ് ചൗഹാൻ ആരുമായാണ് ഏറ്റുമുട്ടിയത്? മുഹമ്മദ് ഗോറി. പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഫെബ്രുവരി 19. ബുദ്ധൻ ചിരിക്കുന്നു എന്ന കോഡ് നൽകി ഇന്ത്യ ആണവപരീക്ഷണം നടത്തിയ സംസ്ഥാനം? രാജസ്ഥാൻ. ലോക്സഭയുടെ സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത് ആര്? സ്പീക്കർ. ബുദ്ധൻ ചിരിക്കുന്നു ഏതുമായി ബന്ധപ്പെട്ട പദമാണ്? ആണവ പരീക്ഷണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലയിൽ വന്നത് ഏത് വൈസ്രോയുടെ കാലത്താണ്? റിപ്പൺ പ്രഭു. Which is the largest man-made lake in India? Indira Sagar Lake. Hill station Mount Abu is in Rajasthan. In which year was the National Extension Service for Community Development Programs launched in India? 1953. Which one of the following committees was responsible for the introduction to Panchayat Raj system in India? Balwant Rai Mehta. The copper mines in India are located in Khetri. The British Governor General who won the title of Maker of Modern India? Lord Dalhousie. Ajmer in Rajasthan is great pilgrim center of Muslims. Panchayat Raj envisages a 3-tier system. Delhi is on the bank of the river Yamuna. വിപണി നിയന്ത്രണ വ്യവസ്ഥ ആദ്യമായി നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ? അലാവുദ്ദീൻ ഖിൽജി. ഇന്ദിരാഗാന്ധിയെ 1977 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ആരാണ്? രാജ് നാരായണൻ. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. തുഗ്ലക് വംശത്തിനു ശേഷം ഡൽഹിയിൽ അധികാരത്തിൽ വന്ന രാജവംശം? സയ്യിദ് വംശം. കുത്തബുദ്ദീൻ ഐബക് ഏത് വംശത്തിൽ പെടുന്നു? അടിമവംശം. സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി? സുപ്രീം കോടതി. ഡെസേർട്ട് നാഷണൽ പാർക്ക് എവിടെയാണ്? രാജസ്ഥാൻ. ഇന്ദിരാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം? ശക്തി സ്ഥൽ. മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം? രാജ്ഘട്ട്. ഇന്ത്യയിലെ വൻകിട ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. സത്യം ശിവം സുന്ദരം എന്നത് ഏതിന്റെ ആപ്തവാക്യമാണ്? ദൂരദർശൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് എവിടെ? സെവൻത് റേസ് കോഴ്സ് റോഡ്. സിംല കരാർ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ സുപ്രീം കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. രാജ്യസഭയുടെ ചെയർമാൻ ആര്? ഉപരാഷ്ട്രപതി. ലോക്സഭയിൽ നാമനിർദ്ദേശ പ്രകാരം എത്തുന്ന അംഗങ്ങൾ എത്ര? 2.
ഡൽഹിയിലെ ചുവപ്പ് കോട്ട നിർമ്മിച്ചത് ആര്? ഷാജഹാൻ. സംസ്ഥാന ഭരണത്തലവൻ ആര്? ഗവർണർ. വീർഭൂമി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായാണ്? ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ജവഹർലാൽ നെഹ്റു, സരോജിനി നായിഡു. ഉത്തരം രാജീവ് ഗാന്ധി. അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം? ഇന്ത്യ. 1951 ഡൽഹിയിൽ വെച്ച്. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക് ഓർഡർ ലഭിച്ച പ്രഥമ വനിത? ഇന്ദിരാഗാന്ധി. ലൂഷായ് കുന്നുകൾ എവിടെയാണ്? മിസോറാം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ദിനം? മെയ് 21. ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കിയ വർഷം? 1911. രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? യമുന. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം. ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ സ്വകാര്യ ടിവി ചാനൽ? ഏഷ്യാനെറ്റ്. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? മദർ തെരേസ. ബാബറിന്റെ ശവകുടീരം എവിടെ സ്ഥിതി ചെയ്യുന്നു? കാബൂളിൽ. ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? ജി വി മാവുലങ്കാർ. രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യുന്ന നടപടിക്ക് പറയുന്ന പേരെന്താണ്? ഇംപീച്ച്മെന്റ്. മെഹ്റോളി ശിലാശാസനം ആരുടേതാണ്? ചന്ദ്രഗുപ്തൻ. താഴെ പറയുന്നവയിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ സംഭവങ്ങൾ അല്ലാത്തത് ഏത്? ബാങ്ക് ദേശസാൽക്കരണം, പ്രിവി പേഴ്സ് നിർത്തലാക്കൽ, കൂറുമാറ്റ നിരോധന നിയമം, പൊക്രാനിലെ അണുശക്തി പരീക്ഷണം. ഉത്തരം കൂറുമാറ്റ നിരോധന നിയമം. സ്വന്തം മകന്റെ തടങ്കലിൽ കഴിയേണ്ടി വന്ന രാജാവ്? ഷാജഹാൻ. സുപ്രസിദ്ധനായ കമ്പോള നിയമങ്ങൾ പുറപ്പെടുവിച്ച ഭരണാധികാരി? അലാവുദ്ദീൻ ഖിൽജി. ത്രിപുര രൂപീകൃതമായ വർഷം? 1972. ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഏത് സുൽത്താന്റെ ഭരണകാലത്താണ് ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗതം നടപ്പിലാക്കിയത്? ഫിറോസ് ഷാ. ജവഹർ റോസ്ഗർ യോജന ഏത് പ്രധാനമന്ത്രി കാലത്താണ് ആരംഭിച്ചത്? രാജീവ് ഗാന്ധി. നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം എവിടെയാണ്? ഡൽഹി. ഷാജഹാൻ നിർമ്മിച്ച മയൂര സിംഹാസനം കൊള്ളയടിച്ചു കൊണ്ടുപോയ പേർഷ്യൻ രാജാവ്? നാദിർ ഷാ. ഫിറോസ് ഗാന്ധി അവാർഡ് ഏത് മേഖലയിലെ പ്രവർത്തനത്തിന് നൽകുന്ന പുരസ്കാരമാണ്? പത്രപ്രവർത്തനം. ഡൽഹി സിംഹാസനത്തിൽ ആദ്യമായി അവരോധിതനായ വനിത ആര്? സുൽത്താന റസിയ. നമ്മുടെ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത ശില്പിയുടെ പേരെന്താണ്? ഹർബർട്ട് ബേക്കർ. ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. ആദ്യമായി ഡൽഹി പിടിച്ചടക്കിയ വിദേശ ആക്രമണകാരി ആര്? ദില്ലി സിംഹാസനത്തിൽ ആരൂഢനായ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി? കുത്തബുദ്ദീൻ. ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ആരുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധി. മുഗൾ ചക്രവർത്തി ഹുമയൂണിന്റെ മരണകാരണം എന്തായിരുന്നു? കോണിപ്പടി ഇറങ്ങുമ്പോൾ ഉണ്ടായ ആപത്ത്. ഇന്ത്യയിലെ പരമോന്നത കോടതിയുടെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. കൂറുമാറ്റ നിരോധന നിയമം ആരുടെ കാലത്താണ് നിർമ്മിച്ചത്? രാജീവ് ഗാന്ധിയുടെ കാലത്ത്. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്തെ കമ്പോള നിയന്ത്രണത്തിന്റെ മേധാവിയായ ഉദ്യോഗസ്ഥൻ? ഷഹനാ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ PTI യുടെ ആസ്ഥാനം? ഡൽഹി. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ബേഡ്.
ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങൾ ചുവപ്പ്, നീല, പച്ച. ലാഖ് ബക്ഷ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? കുത്തബുദ്ദീൻ ഐബക്ക്. വ്യാപാരികളുടെ ദൈവം എന്നറിയപ്പെടുന്ന ഭരണാധികാരി മുഹമ്മദ് ഗവാൻ. ജസിയ, ജാഗീർ തുടങ്ങിയ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ഫിറോസ് ഷാ തുഗ്ലക്. ഏറ്റവും വിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപനായ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. 90% ഭൂപ്രദേശം വനഭൂമിയായ ഇന്ത്യയിലെ പ്രദേശം ഏത്? ആൻഡമാൻ നിക്കോബാർ. ഫ്രഞ്ച് അധീനതയിലായിരുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ചന്ദ്രനഗർ. Which is the smallest parliament constituency in India? ലക്ഷദ്വീപ്. 1969 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം 14. ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏതു വർഷമായിരുന്നു? 1977. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വീരേന്ദ്ര സെവാഗ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം ഷിലോങ്. The first chairperson of National Women's Commissions Jayanti Patnaik. In which year the National Human Rights Commission came into effect? 1993. The Sarkaria Commission was set up to review the relation between center and state. The first Governor General of independent India was Lord Mountbatten. The last French settlement in India was at Mahi. ഉംറോയ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗം ആസാം റൈഫിൾസ്. The language of ലക്ഷദ്വീപ് മലയാളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. The naval air station in Andaman Islands is called INS Utkarsh. The smallest union territory in India, Lakshadweep. When did the dynasty of Sultans rule? Once India. Between 13th century AD and 16th century AD. 13th century AD, 16th century AD. Which of the following Indian kings defeated Muhammad Ghori first? Prithviraj Chauhan. Mandi House is office of the Director General of Doordarshan. India's first television center came into being on 15th August 1959. Indira Gandhi was assassinated in the month of October. The first Asian Games were held at New Delhi. Whose birthday is being celebrated as Sadbhavana Day? Rajiv Gandhi. The Indian Institute of Tourism and Travel Management, established in 1983, is located at New Delhi. Srimati Indira Gandhi was assassinated in the year 1984. The first person to conduct the heart transplantation in India, Dr. P. Venugopal. The rules of Delhi Sultanate
patronized one of the following languages? Turkish, Arabic, Persian, Sanskrit. Answer is Turkish. That My Truth was written by Indira Gandhi. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി തിസ്ത. What is the full form of DTH offered by Doordarshan? Direct to home. Mount Everest is named after George Everest. Who was George Everest? Surveyor General of India. The first Viceroy of India was Lord Canning. ഇന്ത്യയിലെ ആദ്യത്തെ നേവൽ മ്യൂസിയം എവിടെയാണ്? വിശാഖപട്ടണം. The first woman recipient of Bharat Ratna is Indira Gandhi. The biggest mosque in India was built by Shah Jahan. Which of the following cities are connected with by National Highway number 1? Its only answer is Delhi to Amritsar. National Highway number 1. Delhi to Amritsar. The Muslim ruler who was described as the mixture of opposites is Muhammad bin Tughlaq. In India, voting age was reduced from 21 to 18 years in the year 1989. Nagarhatia thermal power plant സ്ഥിതി ചെയ്യുന്നത് എവിടെ? Assam. The headquarters of Bureau of Indian Standards (BIS) is located in New Delhi. Budget system was introduced in India during the Viceroyalty of Lord Canning. Jahangir's son ascended the throne in 1626 as Mughal emperor. What was his name? Shah Jahan. Who waged the war distribution and plunder in India the first quarter of 11th century? Muhammad of Ghazni. Delhi Sultan, notorious for cruelty. ബാൽബൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. മീററ്റ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തർപ്രദേശ്. ഗാന്ധിജി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല. കാരണം അന്ന് അദ്ദേഹം ജീവിച്ചിരുന്നില്ല. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ലിബർ ഹാൻ. ശിശുദിനം എന്ന്? നവംബർ 14. ഹർഷവർദ്ധന രാജാവിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ഹുയാങ് സാങ്. അവസാനത്തെ മുഗൾ ഭരണാധികാരി മരിച്ചത് എവിടെ വെച്ച്? റംഗൂണിൽ വെച്ച്. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ മുഗൾ ഭരണാധികാരി ആര്? ഔറംഗസീബ്. സെക്യൂരിറ്റി പ്രസിൽ കറൻസി നോട്ടുകൾ മുദ്രണം ചെയ്യാനുള്ള പ്രത്യേക കടലാസ് നിർമ്മിക്കുന്നത് എവിടെ? ഹൊസംഗാബാദ്. താജ്മഹൽ പണി കഴിപ്പിച്ചതാര്? ഷാജഹാൻ. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആര്? എം ഫാത്തിമ ബീവി. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് 370. The first Prime Minister of India ജവഹർലാൽ നെഹ്റു. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്
നടന്ന വർഷം 1857. 2001 പാകിസ്ഥാൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ ഉച്ചകോടി സമ്മേളനം നടന്ന സ്ഥലം ആഗ്ര. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. ആഗ്ര പട്ടണത്തിന്റെ നിർമ്മാതാവ് സിക്കന്ദർ ലോധി. താജ്മഹൽ സമാന്തരമായി ഡൽഹിയിൽ പണി തീർക്കപ്പെട്ട ശില്പം ബഹായ് ആരാധനാലയം. ഇന്ത്യക്കും പാകിസ്ഥാനുമായി താഷ്കന്റ് കരാറിൽ ഒപ്പിട്ടത് ഏതു വർഷം? 1966. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. താജ്മഹൽ ഏത് നദീതീരത്താണ്? യമുന. ബാലവിവാഹത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. അലിഗർ മുസ്ലിം സർവകലാശാല സ്ഥാപിച്ച വ്യക്തി സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് ദിവംഗതനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷത്തിലെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഏതു കൊല്ലം? 1954. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ഹർഷവർദ്ധനന്റെ സമകാലീനനായിരുന്നു പല്ല രാജാവ്. അടിമവശം സ്ഥാപകൻ ആരാണ്? കുത്തബുദ്ദീൻ ഐബക്. പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? അമീർ ഖുസ്രു. താജ്മഹൽ നിർമ്മിച്ചത് ഏത് നൂറ്റാണ്ടിലായിരുന്നു? 17-ാം നൂറ്റാണ്ട്. ഹർഷവർദ്ധനന്റെ തലസ്ഥാനമായ നഗരം ഏത്? ഖനൌജ്. ഇന്ത്യ ഹൗസ് എവിടെയാണ്? ലണ്ടൻ. പ്രസിദ്ധനായ ഇന്ത്യൻ ഹോക്കി താരം ആരാണ്? ധ്യാൻ ചന്ദ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു? 1858. ഇന്ത്യയിൽ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആര്? സരോജിനി നായിഡു. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച രാഷ്ട്രത്തലവന്മാർ ലാൽ ബഹദൂർ ശാസ്ത്രി, അയ്യൂബ് ഖാൻ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏതാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ ശരിയായ ഭരണക്രമം? ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ. നമ്മുടെ ദേശീയ പതാകയിലെ ധർമ്മചക്രത്തിന്റെ നിറമെന്ത്? നേവി ബ്ലൂ. ചരകൻ ഏത് വിജ്ഞാനശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യശാസ്ത്രം. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ലക്ഷദ്വീപ് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. നർമ്മദ നദീജല പ്രശ്നത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം? രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ. ഉത്തരം ബീഹാർ. നിയമവിരുദ്ധമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി സമർപ്പിക്കുന്ന റിട്ട് പെറ്റീഷൻ എന്താണ്? ഹേബിയസ് കോർപ്പസ്. 1978 44-ാം ഭേദഗതി പ്രകാരം എടുത്തുകളഞ്ഞ മൗലികാവകാശം ഏത്? സ്വത്തവകാശം. വിജയ്ഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ധ്യാൻ ചന്ദ് ട്രോഫി ഏത് കായിക വിനോദത്തിന് നൽകുന്ന ട്രോഫിയാണ്? ഹോക്കി. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം എവിടെയായിരുന്നു? കൊൽക്കത്ത. സത്യമേവ ജയതേ എന്ന വാക്ക് താഴെ പറയുന്ന ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? മുണ്ടകോപനിഷത്ത്. ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി വനിത? ലക്ഷ്മി എൻ മേനോൻ. രംഗസ്വാമി കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ഗംഗ യമുന നദികളുടെ സംഗമസ്ഥലം? അലഹബാദ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്രന്ഥം ഡിസ്കവറി ഓഫ് ഇന്ത്യ. അക്ബർ ചക്രവർത്തിയുടെ ധനകാര്യ ഉപദേഷ്ടാവ്? രാജാ തോഡർമാർ. ആഗ്ര കോട്ട നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആര്? അക്ബർ. മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള ഗോവിന്ദ വല്ലഭായ് പന്ത് അവാർഡ് കരസ്ഥമാക്കിയ ആദ്യത്തെ വ്യക്തി ആര്?
ചന്ദ്രശേഖർ. താജ്മഹൽ രൂപകൽപ്പന ചെയ്ത ശില്പി ഉസ്താദ് ഈസ. ഗാന്ധിജിയുടെ അവസാന ദിനങ്ങൾ ചെലവഴിച്ചത് എവിടെ? ബിർള ഹൗസ്. UN പൊതുസഭയിൽ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ആരാണ്? അക്ബർ. താഴെ പറയുന്നവയിൽ ആരാണ് എല്ലാ മതങ്ങളും തുല്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി കവിത എഴുതുകയും ചെയ്തത്? കബീർ ദാസ്. ഹർഷചരിതത്തിന്റെ കർത്താവ് ബാണഭട്ട.